ഇതൊക്കെ ഈ വന്ന് സംഭവിക്കുന്നതല്ല, നമ്മളെ ഒന്നും ഈ പറയുന്നതല്ല, ആ സമയത്ത് നമുക്ക് വന്ന് ചേരുന്ന സംഭവം. അതിനകത്തൊരു വേറെ സംഭവം വെച്ചാൽ, നമ്മൾ അനന്തഭദ്രൻ എന്ന് പറയുന്ന സിനിമ ഒരു ഇൻ്റർവ്യൂ നടക്കുക നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ്റെ. മനോജ് അനന്തഭദ്രത്തിൽ പുള്ളി ദിഗംബരനായിട്ട് വന്ന് ഭയങ്കര തിരനുരയും എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടലും ഇങ്ങനെ കാണിക്കലും ഭയങ്കര. ഇപ്പം മനോജ് കെ ജയൻ ചേട്ടൻ ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇത് നോക്കി നിന്നപ്പം ഇത് ചേട്ടൻ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞ് ചെയ്യും, എനിക്ക് ഒട്ടും പറ്റില്ല. അത് ആ സമയത്ത് നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് നമുക്കൊക്കെ ഓരോ മൈൻഡാണ്. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന മൈൻഡായിരിക്കില്ല വേറെ സ്ഥലത്ത് ചെന്ന, അത് ആ മൈൻഡും ഈ ശുഷ്കാന്തി ഇതെല്ലാം വേറെ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് വന്നങ്ങ് സംഭവിക്കാം. നമ്മൾ സ്റ്റാർ മാജിക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അതിന് തയ്യാറായി, നമ്മൾ ആ മനസ്സ് അതിനേക്ക് ആയിട്ടാണ് നമ്മൾ ചെല്ലണേ. അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു കൊമേഡിയന് കോമഡി പറയുന്നവനേക്കാൾ കൂടുതൽ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണവരാണ് മെയിൻ ആളുകൾ. അവരാ സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഈ കൊമേഡിയന് ആ കോമഡി പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ സ്റ്റാർ മാജിക്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവരില്ലേ, അവരാണ് സത്യത്തിൽ നമുക്കുള്ള അവസരം ഉണ്ടാക്കുന്നത്. അവനൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഉല്ലാസിനെ പറ്റി ഒരു കോമഡി പറഞ്ഞ്, ഉല്ലാസ് ഇങ്ങനെ ഇരിക്കുക എന്നിപ്പം ഈ പ്രോഗ്രാം പൊളിഞ്ഞുമ്പോൾ നമ്മളിങ്ങനെ ഓഡിയൻസിനെ ഇങ്ങനെ നോക്കണ ഒരു ഉല്ലാസിനെ പൂക്കളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെ ഉല്ലാസിൻ്റെ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ആ ആൾക്കത് കൊണ്ട് കുഴപ്പമില്ല, ആളും അത് എൻജോയ് ചെയ്യുന്നുണ്ട്, ഹ്യൂമറിന് വേണ്ടി അവനത് കേട്ടാൽ അത് അപ്പുറം കിടന്നിരിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മളങ്ങ് വന്ന് സംഭവിക്കുക, അതിന് തിരിച്ചിങ്ങോട്ട് മറുപടി പിടിച്ചങ്ങോട്ട്, അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ ഇപ്പം രജനീകാന്ത് എന്ന് പറഞ്ഞ വലിയ കലാകാരൻ്റെ പടം, ഒരു വില്ലനാണ് ഓപ്പോസിറ്റ് നായകനെ പേര്. വീണ്ടും നായകൻ ബിൽഡപ്പ് ആവണത് വില്ലൻ്റെ ക്രൂരതയാണ് അല്ലേ. വില്ലൻ ഇത്രത്തോളം ക്രൂരത കാണിക്കും തോറും നായകൻ ലാസ്റ്റ് നായകനോടുള്ള ഇഷ്ടം ഓഡിയൻസിന് കൂടും. ലാസ്റ്റ് ആ വില്ലനെ കീഴ്പ്പെടുത്തുമ്പോൾ ആണ് അവിടെ പടത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ പോലെ. അവരൊക്കെയാണ് നമ്മുടെ വിജയങ്ങളും സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സാധനം. ഇപ്പോൾ അസീസൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പ്രോത്സാഹനം, ഭയങ്കര പ്രോത്സാഹന, ചിരിച്ച് അവന് നിസ്സാര സംഭവം മതി. നോബി, നെൽസൺ, എല്ലാവരും ഭയങ്കര ചിരിയാണ്. അങ്ങനെ ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന സാധനം അങ്ങോട്ട് വീണ്ടും ഒരെണ്ണം ചെയ്യാം, അല്ല ഒരെണ്ണം പറഞ്ഞു വെച്ചേക്കുന്ന സാധനത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യാം. അവരാണ് ആളുകൾ. ഓക്കെ ചേട്ടാ, അപ്പൊ ചേട്ടന്റെ ഇന്നത്തെ ചോദ്യം കഴിഞ്ഞു. ഇത് രണ്ടെണ്ണം എക്സ്ട്രാ ഇട്ടതാ. ഇത് നമ്മുടെ 10 ചോദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പൊ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം.